യുഎയിൽ ഇപ്രാവശ്യം സമ്മർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ടെമ്പറേച്ചറൊക്കെ അറ്റ് ദ പീക്കിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ജുമേരയിൽ 24/7 ഓപ്പൺ ആയിട്ടുള്ള ഒരു നൈറ്റ് ബീച്ചിലാണ്. നല്ല സേഫ് ആയിട്ടുള്ള നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ബീച്ചാണ് കേട്ടോ ഇത്. ബീച്ചിലെത്തിയത് ഞങ്ങളെല്ലാവരും നേരെ വെള്ളത്തിൽ ചാടി. കുഞ്ഞുമോളാണെങ്കിലും വെള്ളം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാ കണ്ടോ ഒരാൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. എന്താല്ലേ, വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. എന്താണെങ്കിലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഒന്ന് നടക്കാൻ ഇറങ്ങി. നമ്മൾ പോയ സമയത്ത് ബീച്ച് അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ ബാർബിക്യൂ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൂട്ടി ഇരുന്ന് കഴിക്കാനൊന്നും കുഴപ്പമില്ല. ഈ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായവർക്കും അതുപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ ഈ വെള്ളത്തിലിറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യലി ഡിസൈൻഡ് വീൽ ചെയർ ആണ് കേട്ടോ ഇത്. ആൻഡ് ഇത് ഫ്രീ സർവീസും ആണേ. അവർക്കുള്ള ഒരു സ്വിമ്മിങ് പ്ലാറ്റ്ഫോമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് ആ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന വീൽ ചെയറിൽ അവരെ ഇരുത്തി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് അങ്ങ് അറ്റം വരെ പോവാം. അവിടെ ഒരു തിണ്ടുണ്ട്, അവിടെ വരെ നമുക്ക് പോകാൻ പറ്റും. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ അവിടെ. ഞാൻ മെല്ലെ അതിലൊന്ന് പോയി നോക്കി എങ്ങനെയാണ് ഈ പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് കേട്ടോ അവിടെ. അതുപോലെ നമുക്ക് ഈ വെള്ളത്തിൽ നോക്കുമ്പോൾ മീനൊക്കെ നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ കൂടെ കൂളായിട്ട് പോണത് കാണാൻ പറ്റും. ഞാനിവിടെ നിൽക്കുമ്പം ഒരു ഫാമിലി ഒരു കുട്ടീനെയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീൽ ചെയറിൽ. ഈ ബീച്ചിൽ കിഡ്സിന് ഒരു പാർക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷവർ ഫെസിലിറ്റീസ് ഉണ്ട്, ചേഞ്ചിങ് റൂംസ് അവൈലബിൾ ആണ്. അതുപോലെ വെള്ളത്തിനാണെങ്കിലും ദുബായ് ക്യാനും അവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഈ ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ നല്ല ഒരു ഈവനിങ് ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം നല്ല പോലെ വിശന്ന് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഞാൻ നല്ല കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് എത്രയും പെട്ടെന്ന് കഴിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.